നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാം. ചപ്പാത്തി കഴിച്ച് മടക്കുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി, അടിപൊളിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ ഇത് സാധാരണ ചപ്പാത്തി കുഴക്കണ പോലെ തന്നെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മളിത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ കുഴച്ച് റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ മൊത്തമായിട്ടൊന്ന് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾ ഇനി ഇതിനുള്ളൊരു ഫില്ലിംഗ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അത്രയും നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്, കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ 1/2 കപ്പ് ഗ്രീൻ പീസ് വേവിച്ചതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. വേവിക്കുന്ന സമയത്ത് ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവ് വേണമെന്നുള്ളവർക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഒരുപാട് അരയേണ്ട ആവശ്യമില്ല, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇതവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അത്ര മതി. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട്. ചെറിയ ജീരകമാണ് കേട്ടോ. അതൊന്ന് വറുത്തെടുക്കുക. അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞൊന്ന് വരുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം കുറച്ചിട്ട് വേണ്ട ചെയ്യാൻ, കരിഞ്ഞു പോരുത്. ഇനി ഇതിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്രീൻ പീസ് അരച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നമ്മൾ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വെജീസ് ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളിത് ആ മസാല ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവിനെ ഞാൻ 3 പീസാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 3 എണ്ണമാണ് ഇത് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ ഒരു 1.5 കഴിച്ചാൽ അതിന് അത്യാവശ്യം നല്ല വിശപ്പ് മാറും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിലൊരെണ്ണം ഞാനൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് വട്ടത്തിൽ പരത്തേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് തിന്നാക്കി പരത്തുകയും ചെയ്യരുത്, കാരണം നമുക്ക് ഉള്ളിൽ ആ ഒരു മസാല വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ തിന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മസാല പെട്ടെന്ന് പുറത്തേക്ക് പോവും. അപ്പോൾ ഈ ഒരു വലിപ്പം മതി, അത്യാവശ്യം നല്ല കട്ടിയുമായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നടുക്കായിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു മസാല ഉണ്ടല്ലോ, അതിനെ 3 ആയിട്ട് മാറ്റുക. എന്നിട്ട് അതിലൊരു പോർഷൻ വെച്ചാൽ മതി. എന്നിട്ട് 4 സൈഡിൽ നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആ മസാല അതിൻ്റെ ഉള്ളിലങ്ങ് ഇരുന്നോളും. ഇനി നമുക്കിതിനെ വീണ്ടും ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. മസാല ഉള്ള സൈഡ് ഇങ്ങനെ അടിയിലാക്കിയിട്ട് ഈ മടക്കിയ ഭാഗം നമ്മൾ ആദ്യം ഒന്ന് പരത്തി കൊടുക്കുകയാണ്, കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ 2 സൈഡും ഒന്ന് പരത്തി കൊടുക്കുക. ചെറുതായിട്ട് മസാല പുറത്ത് കാണുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളിത് ചുട്ടെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ടുണ്ട്. നെയ്യാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇഷ്ടമാണെങ്കിൽ നെയ്യ് വെച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഒന്നും ഇല്ലാണ്ട് നമുക്ക് സെർവ് ചെയ്യാം. പക്ഷെ ഞാൻ ഇത് ദാൽ ഫ്രൈൻ്റെ കൂടെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല കോമ്പിനേഷനായിരുന്നു. അപ്പോൾ അത് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ കാണാം. താങ്ക്